ഏറ്റവും യങ് ജനറേഷൻ്റെ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ BJPക്ക് സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഐക്കൺസ് ആയിട്ടുള്ള സിംഗേഴ്സ് ആരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ BJPക്കാർക്ക് നേതാക്കന്മാരൊക്കെ അറിയില്ല. എനിക്കറിയാം. ഇപ്പോഴും അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും പഴയ യേശുദാസിൻ്റെ കാലത്ത് നിന്ന് ബസ് കിട്ടാത്തവരാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ബാലൻ റിലീസായ കാലത്ത് നിന്ന് ബസ് കിട്ടാത്തവരാണ് BJP ബസ്സിലിരിക്കുന്നത്. ഇന്നത്തെ യങ് ജനറേഷൻസിന് ഡാപ്സീനെ വേണം, വേടനെ വേണം, അതല്ലെങ്കിൽ അതാണ് ഇന്ന് യങ് ജനറേഷൻ. ഞാൻ അത് പറയുന്നത് പർട്ടിക്കുലർ സിംഗേഴ്സിൻ്റെ പേരല്ല പറയുന്നത്. ഇന്നത്തെ യൂത്തിൻ്റെ തോട്ട് അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മെക്കാനിസവും BJPയിലില്ല. തികച്ചും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പോളറൈസേഷൻ പൊളിറ്റിക്സുകൾ ചില ഒരാൾക്കും താല്പര്യമില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് ഒരു താല്പര്യവും അവർക്കില്ല. അവർ പരസ്പരം എൻ്റെ മകൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർക്കൊന്നും ഇത്തരത്തിലുള്ള മതം പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സിനോടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷെ അവരൊക്കെ എല്ലാം ഹൈലി പൊളിറ്റിക്കൽ നോളജ് ഉള്ളവരാണ്. എൻ്റെ മകനൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ തന്നെ അമേരിക്കയിലത്തെ ഇലക്ഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിനൊക്കെ ഇലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോകും. അപ്പോൾ കേരളത്തിലെ BJP ലീഡേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ BJPയുടെ പ്രശ്നങ്ങൾ കേരളത്തിൽ BJP രാഷ്ട്രീയ പാർട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP പ്രവർത്തിക്കുന്നില്ല. ദൈനംദിന രാഷ്ട്രീയത്തിൽ എവിടെ ഇടപെടുന്നില്ല. ജനങ്ങളുടെ സങ്കീർണമായ ഒരു ജീവിത പ്രശ്നത്തിലും BJP എവിടെ നിങ്ങൾ കാണില്ല. നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്സ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇവിടെ അതിന് പകരം പോളറൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുക, എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കുക എന്നുള്ളപ്പുറം, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്നതിനപ്പുറം എത്രയോ ജനങ്ങളുടെ ലെഫ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങളുടെ വലിയ വികാരമുണ്ട്. ഇവിടെ പെൻഷൻ കിട്ടാത്ത പ്രശ്നം, അതല്ലെങ്കിൽ KSRTCയുടെ പ്രശ്നം, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മൂല്യത്തകർച്ച, ഇപ്പം തന്നെ നമ്മുടെ കോളേജുകളിലെ ഡിഗ്രി സീറ്റുകൾ ഏകദേശം 75% വേക്കൻ്റായി കിടക്കുകയാണ്. കുട്ടികൾ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു, അന്യ രാജ്യങ്ങളിൽ പോകുന്നു, പഠിക്കാൻ പോകുന്നു. ഇവിടുത്തെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ട്. കേരളത്തിലെ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രശ്നങ്ങളുണ്ട്. BJPക്ക് ഒരു പോളിസി ഇല്ലല്ലോ. ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പോളിസി മേക്കിങ്ങിന് വേണ്ടിയിട്ടൊരു സിസ്റ്റം ഉണ്ടാകണം. നാളെ രാവിലെ BJP കേരളത്തിൽ അധികാരത്തിൽ കിട്ടുക, ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള അതിന് കൊണ്ടുപോകാനൊരു സിസ്റ്റം വേണ്ടേ? അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ? ഈ സംസ്ഥാനത്തിൻ്റെ എക്കണോമിക് പോളിസി എന്തായിരിക്കണം? ഈ സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷൻ പോളിസി എന്തായിരിക്കണം? ഹെൽത്ത് പോളിസി എന്തായിരിക്കണം? നമുക്ക് വന്ന എന്ത് മാറ്റം എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും സംബന്ധിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ല, ഒന്നുമില്ല. ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആളെ സ്ഥാനാർത്ഥിയായി നിർത്തി താമര ചിഹ്നം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യില്ല ഇന്നത്തെ കാലത്ത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSSനെതിരായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോർമുഖം തുറക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് മാത്രമേ ഇവിടെ BJP ഉയർത്തുന്ന ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. CPM എല്ലാ കാലത്തും BJPയുമായും സംഘപരിവാറുമായും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ചരിത്രത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോൾ VP സിംഗ് സർക്കാർ എങ്ങനെ രൂപം കൊണ്ടു? എല്ലാ ദിവസവും അടൽജിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളും ചായ കുടിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് വൈകുന്നേരം? അത് ഞാൻ നേരത്തെ പറഞ്ഞു, 67 ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം, 67 ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്തമാണല്ലോ. അവിടെ നമുക്ക് ഡിസെൻ്റ് എഴുതാൻ പറ്റില്ല ആണല്ലോ. ക്യാബിനറ്റിൽ ഡിസെൻ്റ് എഴുതാൻ പറ്റില്ല. ഒരു ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നു ലെഫ്റ്റ് പാർട്ടികളും ജനസംഘവും. ബീഹാറിലെ നമ്മുടെ ഇപ്പോൾ RSS ആണ് ഇന്ദിരാഗാന്ധിയെ ജയിപ്പിച്ചതെന്ന് RSSും ഇന്ദിരാഗാന്ധിയും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് 1980. ഈ ബാന്ധവങ്ങൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പലരുമായിട്ടും RSS കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. RSSനോട് ചോദിക്കണം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഉണ്ടായിരുന്ന ഒരാളുകളുടെ നിലയിലാണ് ഈ ചോദ്യം. ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണല്ലോ. ഞാൻ എന്തിനാണ് RSSന്റെ മറുപടി പറയുന്നത്? ഓവർനൈറ്റ് അവരല്ലേ ചേഞ്ച് ചെയ്യുന്നത്? അല്ലല്ല സന്ദീപിനി, ഓവർനൈറ്റ് RSS എന്ന പോലെ ഒരു ഐഡിയോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനയിൽ നിന്ന് ഞാൻ BJPയിൽ നിന്നാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചോളം സാധാരണക്കാരായ വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ
എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാവിലെ മൻ കി ബാത്ത് കേൾക്കുക, സെൽഫി എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ സാധാരണക്കാരായ വ്യക്തികളുടെ ദൈനംദിന ജീവിത പ്രശ്നത്തിൽ ഓരോ നിമിഷവും അനുനിമിഷവും ഇടപെട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇന്നും നടത്തി വരുന്ന ആളാണ്. ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ കാര്യത്തിൽ ഇടപെടുന്നവരാണ്. എന്നെ വിളിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളിൽ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട്. തിരിച്ച് വിളിച്ച് എടുത്തില്ലെങ്കിൽ തിരിച്ച് വിളിക്കും. അവരുടെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞാൽ ഞാൻ പരിഹരിക്കാൻ എന്നാൽ കഴിയുന്നത് വരെ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ എനിക്കെതിരായി പറയുന്ന അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ എഴുതുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യം, കേരളത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന BJPയുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന നേതാവ് ഞാനാണ്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഏത് അർദ്ധരാത്രിയും പുലർച്ചെ എന്നെ വിളിക്കാനും ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി എനിക്ക് സുഹൃത്ത് ബന്ധങ്ങളുള്ളത് കൊണ്ടാണ്. പുലർച്ചെ 2 മണിക്ക് മെഡിക്കൽ കോളേജിൽ പിന്നെ ഒരു യന്ത്രത്തിൽ കുടുങ്ങി ശരീരത്തിൻ്റെ ഏതോ ഭാഗത്തിന് അപകടം പറ്റി വന്ന ഒരാളുടെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് വിളിക്കണം, അവിടെ നോക്കുന്നില്ല, പെട്ടെന്ന് ഇടപെടണം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ പുലർച്ചെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാരിലും CPM നേതാക്കന്മാരിലും ഒക്കെ നല്ല ബന്ധവും ഒരു ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് സാധാരണക്കാരായ ഒട്ടേറെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതാണ്. ഇപ്പോൾ സാധാരണ ഒരു പഞ്ചായത്ത് ഓഫീസിലൊരു കാര്യം ഉണ്ടെങ്കിലും, വില്ലേജിൽ കാര്യം ഉണ്ടെങ്കിലും, ആശുപത്രി കാര്യം ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തു കേരളത്തിൻ്റെ രാഷ്ട്രീയ തലത്തിൽ ഇതാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കേരളത്തിൽ BJPക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. ഇവിടെ എല്ലാവരും ചെയ്യുന്ന ക്ലറിക്കൽ ജോലിയാണ്. മോളെന്ന് പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ഇവിടുന്ന് എഴുതി അയക്കുന്നതിലപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നോ ഏതെങ്കിലും BJPയിലെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും സന്ദീപിനെ കോൺടാക്ട് ചെയ്യുകയോ? BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്ന BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവരെന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. BJPയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ആ പ്രശ്നങ്ങളുണ്ടായ സമയത്തെല്ലാം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള പലരും, പക്ഷെ അവിടെ നിന്ന് കൺവിൻസിങ് ആയിട്ടുള്ള BJPയുടെ ഒരു ഹൈറാർക്കിയിൽ എപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കേഡർ സിസ്റ്റത്തിൽ അവർ പരിഹരിക്കാൻ ശ്രമിച്ചാലും ഇവിടുന്ന് സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉടക്ക് വന്നാൽ പിന്നെ അത് പരിഹരിക്കപ്പെടില്ല. സന്ദീപ് CPM-ൽ പോവാതെ കോൺഗ്രസിൽ പോകുന്നതിന് പിറകിലുള്ളൊരു റീസൺ ആയിട്ട് പറയപ്പെടുന്നത്, ഞാൻ CPM പോകുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. RSSന് താല്പര്യം സന്ദീപ് കോൺഗ്രസിൽ പോകുന്നതായിരുന്നു CPM-നേക്കാളും എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. അത് ശരിയാണ്? RSSന് ഞാൻ എവിടെയും പോകാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ലല്ലോ. അതല്ലെങ്കിൽ എന്തിനാണ് എന്നെ അവർ കാണാൻ വന്നത്? RSS നേതൃത്വം കാണാൻ വന്നിരുന്നല്ലോ, നിങ്ങളെല്ലാം കണ്ടതല്ലേ. ജയകുമാർജി വന്നിരുന്നല്ലോ. അപ്പോൾ അവരോട് പറയുന്ന മെയിൻ ഗ്രൗസ് എന്താണ് സന്ദീപ്? അത് പൂർണ്ണമായിട്ടും അതിലും ഒരു പ്രയാസമുണ്ടല്ലോ. അതിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഒരു പ്രയാസമുണ്ടല്ലോ. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു, എൻ്റെ ഗ്രീവൻസ് പറഞ്ഞു, അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് അത് വേണ്ട രീതിയിൽ അദ്ദേഹം എവിടെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഗ്രീവൻസിന് എന്തായാലും ഒരു പരിഹാരം കിട്ടിയിട്ടില്ല. ഞാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.